അമ്മ എന്നെ എൻ്റെ ലോകത്തേക്ക് വിടൂ പ്ലീസ്. ഞാൻ ആർക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാതെ എവിടെയെങ്കിലും ജീവിച്ചോളാം. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി. നിരഞ്ജൻ പറഞ്ഞു നിർത്തി. എന്ത് പറഞ്ഞാലും ഒരു പെൺകുട്ടി. നീ ഒന്ന് മതിയാക്കൂ. വേണുഗോപാലിൻ്റെ ദേഷ്യം വന്നു. അച്ഛാ പ്ലീസ്, ഞാൻ ആർക്കെങ്കിലും ഒരു ശല്യമാകുവാൻ ഇങ്ങോട്ട് വരുന്നത് പോലും ഇല്ല. പിന്നെ എന്താണ്? അങ്ങനെ പറഞ്ഞോ മോനെ ആരെങ്കിലും? നീ നിന്റെ ഭാവി നിന്നെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന ആ പെൺകുട്ടി. അവളോട് അല്പം കരുണ കാണിക്ക്. അയാൾക്ക് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേഷ്യം തോന്നി. മോനെ, ഇത് സമ്മതിക്കണം. അമ്മ വാക്ക് കൊടുത്തുപോയി. ആ പെൺകുട്ടി വിവാഹ സ്വപ്നം കണ്ടു നടക്കുകയാണ്. നിന്നെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഈ അമ്മയോടുള്ള വിശ്വാസത്തിൽ ആണ് അവൾ. നീ അവളെ വിഷമിപ്പിക്കരുത്, അരുന്ധതി പറഞ്ഞു. അമ്മ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ തീരുമാനിച്ചത്? പണ്ടും അമ്മ അങ്ങനെയാണല്ലോ, എല്ലാം അമ്മയുടെ ഇഷ്ടം, അതനുസരിക്കാൻ ആണല്ലോ എൻ്റെ വിധി. നിരഞ്ജന ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. മോനെ, നീ മാത്രം ഉള്ളൂ ഞങ്ങൾക്കൊരു കുഞ്ഞായിട്ട്. ഒന്നേ ഒന്ന്, കണ്ണ് കണ്ണ് എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വളർത്തിയത്. ഞങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിന്നെക്കുറിച്ച്. നിന്റെ വിവാഹം, നിന്റെ കുടുംബം, നിന്റെ മക്കൾ എല്ലാം. അതുകൊണ്ട് നീ ഞങ്ങളെ നിരാശരാക്കരുത്. നിന്റെ അമ്മ എടുത്ത എന്തെങ്കിലും തീരുമാനം നിനക്ക് ദോഷമായി വന്നിട്ടുണ്ടോ മോനെ? വേണുഗോപാൽ മയത്തിൽ അവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നീ വിവാഹത്തിന് മാത്രം സമ്മതിക്കും മോനോ? നിന്റെ കുഞ്ഞിനെ ലാളിക്കാൻ ഉള്ള കൊതി കൊണ്ടാണ് മോനെ. നീ വിവാഹം കഴിച്ചിട്ട് എവിടെയാണ് വെച്ചാൽ പോയിക്കോളൂ. ഒരു കുഞ്ഞ് മാത്രം മതി ഞങ്ങൾക്ക്. അരുന്ധതി വീണ്ടും പറയുകയാണ്. അവർക്കറിയാം പ്രിയയെ കണ്ടാൽ അവൻ കഴിഞ്ഞതെല്ലാം മറക്കുമെന്ന്. വല്യേട്ടൻ്റെ വിവാഹ സ്വപ്നം കണ്ടു നടക്കുകയാണ് രേണുവും കാർത്തവും എല്ലാം. ഏട്ടൻ ഞങ്ങളെ നിരാശരാക്കരുത്. വേണുഗോപാലിൻ്റെ ചേട്ടൻ കൃഷ്ണപ്രസാദിൻ്റെ മകൾ ദേവികയാണ് പറയുന്നത്. കൃഷ്ണപ്രസാദിനും ഭാര്യ ത്രയംബികക്കും കുഞ്ഞ് ജനിക്കുന്ന വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും നിരഞ്ജൻ ജനിച്ചിരുന്നു. ദേവിക്കൊരു അനുജത്തി കൂടി ഉണ്ട്, മിത്ര. അങ്ങനെ എല്ലാവരുടെയും വലിയേട്ടൻ ആ നിരഞ്ജൻ. ആകെ ഉള്ള ആൺതരി. നീ ഇങ്ങനെ നിന്നാൽ നമ്മുടെ കുലം തന്നെ നശിച്ചു പോകുമല്ലടാ മോനെ. നിന്റെ രക്തത്തിൽ ഉള്ള കുഞ്ഞിനെ താലോലിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? ഭാമ ആണ് അടുത്ത ഊഴത്തിനായി കാത്തിരുന്നത്. അപ്പോഴാണ് നിരഞ്ജൻ്റെ മുത്തശ്ശി അങ്ങോട്ട് കയറി വന്നത്. മുത്തശ്ശിയും മുത്തശ്ശനും കൂടി മൂകാംബികയിൽ പോയതായിരുന്നു. സച്ചുട്ട എന്ന് വിളിച്ച മുത്തശ്ശി അവനെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് ദിവസം കൂടി കാണുകയാണ് അവർ. വേണുഗോപാൽ ആരെയും കാര്യങ്ങൾ അവതരിപ്പിച്ചു. മോനെ, നിന്റെ വിവാഹം കൂടണം എന്നൊരാഗ്രഹം മാത്രമേ ഈ മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ളൂ. നിന്റെ കുഞ്ഞിനെ കൂടി താലോലിച്ച് വേണം ഞങ്ങൾക്ക് മരിക്കുവാൻ. നീ അതിന് സമ്മതിക്കില്ലേ മോനെ? ഒക്കെ ദൈവഹിതം ആണ് കുട്ടി, നീ ഞങ്ങളെ വിഷമിപ്പിക്കരുതേ. മുത്തശ്ശിയുടെ കരച്ചിലേറ്റു. ഒടുവിൽ നിരഞ്ജൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞു. നിവേദത്തിൽ എല്ലാവർക്കും സന്തോഷമായി. ഒടുവിൽ സത്യമോൻ സമ്മതിച്ചല്ലോ എന്നാണ് എല്ലാവരുടെയും ചർച്ച. പിന്നെ അങ്ങോട്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആയിരുന്നു. പെണ്ണിനെ പോയി കാണാം എന്ന് പലതവണ നിരഞ്ജനും അരുന്ധതി പറഞ്ഞെങ്കിലും അയാൾ കൂട്ടാക്കിയില്ല. ഗുരുവായൂർ വെച്ചാണ് വിവാഹം തീരുമാനിച്ചത്. രണ്ടു കൂട്ടർക്കും താമസിക്കുവാൻ റൂം എല്ലാം റെഡി ആക്കിയെന്ന് വേണുഗോപാൽ ദേവനെ വിളിച്ചു പറഞ്ഞു. പണമിടപാട് എല്ലാം തങ്ങൾ ചെയ്തോളാം എന്നും അയാൾ ദേവനോട് പറഞ്ഞു. നീരക്കതറിഞ്ഞപ്പോൾ സന്തോഷമായി. പെണ്ണിനെ അണിച്ചൊരുക്കാൻ ബ്യൂട്ടീഷ്യൻ വേണ്ടേ എന്ന് ദേവൻ ചോദിച്ചപ്പോൾ ഹേമക്ക് നന്നായിട്ട് ഒരുക്കാൻ അറിയാം, അവൾ ഒരുക്കിക്കോളും എന്ന് മീരപ്പെടും മറുപടി പറഞ്ഞു. ദേവൻ പിന്നെ ഒന്നും പറയാൻ ഇല്ലായിരുന്നു. ആരെയും ഹേമയും എല്ലാവരും എത്തി. അടുത്ത ദിവസം ഗുരുവായൂർക്ക് പോകണം. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 100-ൽ കൂടുതൽ ആളുകളില്ല പോകാനായി. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിയ ഉണർന്നു. ഇന്ന് താൻ ഇവിടുന്ന് യാത്ര ആകുകയാണ്. ഇത്രയും കാലം ജനിച്ചു വളർന്ന വീടാണിത്. ആരെയും ഹേമയും വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ താനും കുറേ സ്വപ്നങ്ങൾ നെയ്തതാണ്. അത് നാളെ പൂവണിയാൻ പോവുകയാണ്. നന്ദിനി പശുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ പ്രിയയുടെ കയ്യിൽ കുറേ നക്കി തുടച്ചു. ആ മിണ്ടാപ്രാണിക്കും അറിയാം തൻ്റെ യജമാനത്തി ഇന്ന് പോകുമെന്ന്. റാണിയമ്മയോടും മിത്രവിദ്യാലയത്തിലെ കുട്ടികളോടും എല്ലാം അവൾ യാത്ര പറഞ്ഞു വന്നു. മീര 2000 രൂപയുടെ സാരിയാണ് പ്രിയക്ക് കൊടുക്കുവാൻ മേടിച്ചത്. അത് തന്നെ വില കൂടിപ്പോയെന്ന് പറഞ്ഞ് മീര ബഹളം ആയിരുന്നു. അങ്ങനെ ഉച്ചയോടുകൂടി എല്ലാവരും ഗുരുവായൂർക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. ഹോട്ടൽ നന്ദനത്തിൽ ആയിരുന്നു റൂമുകൾ ബുക്ക് ചെയ്തത്. ക്ഷീണത്താൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 4 മണി ആയപ്പോൾ അരുന്ധതിയും ഭാമയും കൂടി വന്ന് പ്രിയയെ വിളിച്ചു. മോളെ, ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട്, റെഡിയാകണ്ടേ? അവർ ചോദിച്ചു. പ്രിയ അപ്പോഴേക്കും കുളി കഴിഞ്ഞിരുന്നു. ഭാമ ആദ്യമായി കാണുകയാണ് പ്രിയയെ. ഓ, എന്തൊരു സുന്ദരിയാണെന്ന് ഭാമ ഓർത്തു അവളെ കണ്ടപ്പോൾ. സാരിയും ബ്ലൗസും ഒന്നും വേണ്ടട്ടോ, എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. മീര കയ്യിൽ സാരിയുമായി വന്നപ്പോൾ അരുന്ധതി പറഞ്ഞു. ബ്ലൗസ് തുന്നിയതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ആവാട്ടോ പ്രിയ മോളെ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ അടുത്ത്. അവളോട് എല്ലാം ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്തിരി നേരത്തെ ഉണർന്നത്. ഇതും പറഞ്ഞ് ഭാമ അവളുടെ കരം പിടിച്ചു നടന്നു. പോകും വഴിയൊക്കെ കുറേ പയ്യന്മാരെ കണ്ടു പ്രിയ. ഇതിൽ ആരെങ്കിലും ആണോ തൻ്റെ പ്രാണനാഥൻ എന്ന് അവൾ തിരഞ്ഞു. ബ്യൂട്ടീഷ്യൻ്റെ കൈകൾ പ്രിയ ഒരു ദേവതയെ പോലെ സുന്ദരിയാക്കി. അരുന്ധതിക്ക് അഭിമാനം തോന്നി. തൻ്റെ മരുമകൾ ഇത്രയും സുന്ദരിയായല്ലോ എന്നോർത്തപ്പോൾ. ചുവന്ന കളർ കാഞ്ചിപുരം പട്ടും അവൾക്ക് താങ്ങാൻ പറ്റാവുന്ന ഇത്രയും സ്വർണവും അരുന്ധതി അവളെ അണിയിക്കാൻ കൊണ്ടുവന്നിരുന്നു. ആരൊക്കെയോ ചേർന്നവളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കാണുകയാണ് കൃഷ്ണപ്രിയയെ. അരുന്ധതിയെ അഭിനന്ദിക്കുമുണ്ട് അവൾ എല്ലാവരും. അങ്ങനെ നിരഞ്ജൻ്റെ അരികിലായി പ്രിയ വന്നു നിന്ന്. അവൾ കുനിഞ്ഞു നിൽക്കുകയാണ്. നിരഞ്ജൻ്റെ വിളഞ്ഞ ഗോതമ്പിൻ്റെ നിറമുള്ള നനുത്ത രോമത്തിൽ പൊതിഞ്ഞ കൈകൾ മാത്രം ആണ് അവൾ കണ്ടത്. കസവുമുണ്ടെടുത്തു
മേൽമുണ്ട് പുതച്ചാണ് അവൻ നിൽക്കുന്നത്. നിരഞ്ജനും അവളെ നോക്കുക പോലും ചെയ്തില്ല ഇതുവരെ. ഇനി പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ചാർത്താനായി മഞ്ഞനൂൽ എടുക്കുക. ആരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരഞ്ജൻ പ്രിയയുടെ കഴുത്തിൽ താലി ചാർത്തി. നാദസ്വരം തകർക്കുന്നുണ്ട്. എല്ലാവരും പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. തുളസിമാല ഇട്ടപ്പോഴാണ് പ്രിയ അനുവിനെ നോക്കിയത്. സിനിമയിൽ കാണുന്നതിനും ഒരു സുന്ദരൻ. അവൾക്ക് കണ്ണൊടുക്കാൻ തോന്നിയില്ല അവൻ്റെ മുഖത്ത് നിന്ന്. താലിമാല ഇടാനായി ആരോ അവൻ്റെ കയ്യിൽ മാല എടുത്തു കൊടുത്തു. മാല ഇട്ടപ്പോഴാണ് അവനും പ്രിയ ഒരു നോക്ക് കണ്ടത്. ഈ പാവം പെൺകുട്ടി എന്തിന് എല്ലാവരും കൂടി ചതിച്ചു ഓർത്തപ്പോൾ അവന് വിഷമം തോന്നി. എങ്കിലും അവൻ അതൊന്നും പുറമേ കാണിച്ചില്ല. ഫോട്ടോഗ്രാഫർ പല പ്രാവശ്യം പറയുന്നുണ്ട് രണ്ടുപേരും ചേർന്ന് നിൽക്കാൻ. പക്ഷെ നിരഞ്ജൻ അതൊന്നും ശ്രദ്ധിക്കുക കൂടി ചെയ്തില്ല. ഇടയ്ക്കൊക്കെ പ്രിയ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരുടെ സ്നേഹത്തിന് മുമ്പിൽ അവൾ എല്ലാം മതിമറന്നു നിന്നു. മീരയും മക്കളും എല്ലാവരും ഞെട്ടി തരിച്ചാണ് എന്നത്. ഇത്രയും ആർഭാടമായ ഒരു കല്യാണം കൂടിയിട്ടില്ല ഇതുവരെ. ആരാരും പോരാത്തതിന് പ്രിയയുടെ ദേഹത്തെ സ്വർണം അതും കൂടി കണ്ടപ്പോൾ മീര ഉൾപ്പെടെ എല്ലാവരും അമ്പരന്നു പോയി. നാശം പിടിച്ചവൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ആണ് മീര അപ്പോഴും പിറുപിറുക്കുന്നത്. എന്നാൽ നമുക്ക് പട്ടാമ്പിയിലേക്ക് ഇറങ്ങാൻ സമയം ആയിട്ടോ? അരമണിക്കൂർ കൂടി ഉള്ള മുഹൂർത്തമായിരിക്കുന്നു. അത് തെറ്റിക്കേണ്ട. ഏതോ ഒരാൾ പറയുന്നത് പ്രിയ കേട്ടു. ദേവനും മീരയും പരിവാരങ്ങളും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അരുന്ധതി പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് അവരെ. എങ്കിൽ ആ പച്ചക്കാട് സാരി വേണം മോള് ധരിക്കുവാൻ. ഈ ഓർണമെന്റ്സ് മാറ്റി വേറെ ഇടാം കേട്ടോ. അരുന്ധതി പറഞ്ഞപ്പോൾ ആരോ വന്ന് അവളെ പച്ചസാരി ഉടുപ്പിക്കുവാൻ വേഗം കൂട്ടിക്കൊണ്ടുപോയി. കുറേ ആഭരണങ്ങൾ എല്ലാം പ്രിയ ഊരി മാറ്റി. അവൾ ആകെ മടുത്തു പോയിരിക്കുന്നു. അതെല്ലാം കൂടി കാണുന്തോറും മീര അന്തിച്ചു നിന്നു. എൻ്റെ അമ്മേ, ഇതിൽ എന്തോ ചതി ഉണ്ട് കേട്ടോ. ഇത്രമാത്രം ആഭരണമൊക്കെ ഇട്ട് ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാനും മാത്രം അപ്സരസ് ഒന്നല്ലല്ലോ പ്രിയ. ഇടക്ക് ആരും കേൾക്കാതെ കൊണ്ട് മീരയുടെ മൂത്ത മകൾ അവരുടെ കാതോരം പറഞ്ഞു. ആർക്കറിയാം മോളെ, എന്തായാലും പെണ്ണിന് യോഗം ഉണ്ടടി. ഈ ഒരു ദിവസം എങ്കിലും ഇത്രമാത്രം എല്ലാം അണിഞ്ഞു നിൽക്കാൻ പറ്റിയില്ലേ? കാര്യമൊക്കെ ശരിയാ. പക്ഷെ ആ ചെറുക്കനെ അമ്മ ശ്രദ്ധിച്ചോ? അവൻ ആണെങ്കിൽ ഇവളെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. അത് ശരിയാ ചേച്ചി പറഞ്ഞത്. ഞാനും അത് ഓർത്തു കേട്ടോ. അനുജത്തെയും കൂടി അത് ശരിവെച്ചതും മീരക്കത് സംശയമായി. ഈശ്വര, ഇനി ഇവൾ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോടെ മക്കളെ? ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണമ്മേ, ഇതിൻ്റെ പിന്നിൽ എന്തോ ശക്തമായ ലക്ഷ്യമുണ്ട്. ചെറുക്കൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും അവർ പെട്ടെന്ന് തന്നെ പറച്ചിൽ നിർത്തി. നിരഞ്ജനും കൃഷ്ണപ്രിയയും ചേർന്ന് നിന്നു. ഇനിയൊരു ഫോട്ടോ എടുക്കുവാൻ ഉണ്ടെങ്കിൽ എടുക്കൂ. നമ്മൾക്ക് ഇറങ്ങാൻ സമയമായിരിക്കുന്നു. വേണുഗോപാൽ പറഞ്ഞു. സ്മൈൽ പ്ലീസ്. വല്യേട്ടാ, ഇതെന്തൊരു ഗൗരവമാണ്. ഏട്ടത്തെ പക്ഷെ ക്യൂട്ടാണ് കേട്ടോ എന്ന് കുട്ടികൾ ആരോ പറഞ്ഞപ്പോൾ ആദ്യമായി നിരഞ്ജൻ ചിരിച്ചു. നിരഞ്ജനും പ്രിയക്കും പോകാനുള്ള കാർ വന്നു നിന്നു. അങ്ങനെ എല്ലാവരും പോകാൻ തയ്യാറായി. ഡ്രൈവർ മുമ്പിൽ തന്നെ അക്ഷമനായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ നിരഞ്ജന്റെ ഒപ്പം കയറി. ഇതുവരെ ആയിട്ടും തൻ്റെ ഭർത്താവ് എന്താ തന്നോടൊന്നും മിണ്ടാത്തത് എന്ന് പലതവണ പ്രിയ ഓർത്തു. നിരഞ്ജനും കൃഷ്ണപ്രിയയും മാത്രം ആണ് കാറിൽ കയറിയത്. അവരുടെ കൂടെ അരുന്ധതി ആരെയും കയറ്റിയില്ലായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഒന്ന് അടുത്തോട്ടെ എന്നോർത്തവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ്. കാറിൽ കയറിയ ശേഷവും നിരഞ്ജൻ ഒന്നും സംസാരിക്കാതെ ഇരുന്നപ്പോൾ പ്രിയക്ക് വല്ലാത്ത വിഷമം തോന്നി തുടങ്ങി. ആദ്യമായിട്ടാണ് ആളെ കാണുന്നത് പോലും. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ കൂടി. എൻ്റെ കൃഷ്ണ, എന്നെ പരീക്ഷിക്കരുതേ. അവൾ മൂകയായി തേങ്ങി. യാത്രാക്ഷീണവും ഉറക്കം വിടിഞ്ഞുള്ള കാത്തിരിപ്പൊക്കെ കാരണം പ്രിയ പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയിരുന്നു. കുറച്ചു കഴിഞ്ഞു കണ്ണു തുറന്നപ്പോൾ അവൾ നിരഞ്ജന്റെ തോളിൽ തല ചായ്ച്ച് ഉറങ്ങുകയാണ്. ഒരു പതർച്ചയോടുകൂടി അവൾ പിന്നോട്ട് മാറി. നിരഞ്ജന്റെ മുഖത്തുവാണെങ്കിൽ പക്ഷേ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അവൻ തൻ്റെ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു വലിയ വീടിന്റെ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് പ്രിയ അറിഞ്ഞു. ആ വീട് കണ്ടവൾ പകച്ചുപോയി. ഒരു കൊട്ടാരം പോലെ തോന്നിച്ചത് അത്. ഈ വീട്ടിലേക്കാണോ എൻ്റെ ഭഗവാനെ ഞാൻ വലത് കാൽ വെച്ച് കയറേണ്ടെന്ന് ഓർത്തപ്പോൾ അവളുടെ ചങ്ക് പടപടാ ഇടിച്ചു. ഏതോ ഒരു പുരുഷൻ വന്ന് ഡോർ തുറന്നു കൊടുത്തപ്പോൾ പ്രിയ കാറിൽ നിന്നിറങ്ങി. വരൂ മക്കളെ, ദൂരമുള്ളത് കൊണ്ട് മോളാകെ മടുത്തു അല്ലേ? അയാൾ ചോദിച്ചും പ്രിയ ഒന്ന് പുഞ്ചിരിച്ചു. രണ്ടുപേരുടെയും കാലുകൾ ഭാമ കിണ്ടിയിലെ വെള്ളം കവർന്നുകൊണ്ട് കഴുകി തുടച്ചു. അരുന്ധതിയും വേറെ എന്തൊക്കെയോ സ്ത്രീകളും ചേർന്ന് അഷ്ടമംഗല്യവും ആരതിയും ആയി അവരെ സ്വീകരിച്ചു. വലതുകാൽ വെച്ച് കയറി വരൂ കുട്ടി എന്നാരോ പറയുന്നത് പ്രിയ കേട്ട് അരുന്ധതി നൽകിയ കത്തിച്ചു വെച്ച നിലവിളക്കുമായി അവൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറി. വളരെ സൂക്ഷിച്ചു തന്നെ. പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ച് കൊണ്ടവൾ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ ഗുരുവായൂരപ്പ, ഈ പ്രിയയെ നിന്നേക്കാൾ നന്നായി അറിയാവുന്ന വേറെ ഇല്ലെന്നറിയാലോ. എന്നെ ഇനിയും സങ്കടപ്പെടുത്തല്ലേ. താങ്ങാനുള്ള ശക്തി ഇല്ല കണ്ണ.